കുറേ ദിവസമായി സർവം മായ എന്ന സിനിമ കണ്ടിട്ട്. മകളും ഭാര്യയും കുറച്ചു ദിവസം മുന്നേ ആ സിനിമ കണ്ടിരുന്നു. അച്ഛൻ ആ സിനിമ കാണണം എന്ന മോളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭാര്യയോടൊപ്പം സിനിമ കാണാൻ ഞാൻ പോയത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വന്തം നാടിനെയും നാട്ടുകാരെയും ഈ നാടിൻ്റെ സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടമാകുന്ന സിനിമ. സത്യനന്ദിക്കാടിൻ്റെ മകൻ്റെ സിനിമ എന്ന് പ്രത്യേകം പറയണം. സർവം മായ എന്ന സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ അസ്വസ്ഥനാക്കിയ കുറച്ച് രംഗങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കട്ടെ. അച്ഛൻ്റെ സപ്തതിയാണ് വരണം എന്നുള്ള ഏട്ടൻ്റെ വോയിസ് മെസ്സേജ് കേൾക്കുന്ന പ്രഭേന്ദു എന്ന നായകൻ നിവിൻ പോളി. ഏട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രഭേ, നീ വരാൻ ശ്രമിക്കണം. നീ വന്നാൽ പുറമേ കാണിക്കില്ല എങ്കിലും അച്ഛനത് ആശ്വാസമാകും, വല്യച്ഛനും സന്തോഷമാകും. അച്ഛനോടുള്ള നീരസവും വല്യച്ഛനോടുള്ള ഇഷ്ടവും ഒറ്റ വോയിസ് നോട്ടിലൂടെ കാണിക്കുന്നു സിനിമയിൽ. ഒപ്പം ഇമോഷണലായുള്ള ഒരു കണക്ട് ചെയ്യലും. അമ്മ മരിച്ചതിൽ പിന്നെ ഇവൻ്റെ ഉഷാർ പോയി എന്ന് പട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് പ്രഭ. അവൻ്റേത് മാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെയും എന്ന് വീട്ടിലെ ചേച്ചി തിരുത്തി പറയുന്നുണ്ട്. വളരെ കുറച്ചു ഭാഗങ്ങളിലെ അമ്മയെക്കുറിച്ച് പറയുന്നുള്ളൂ എങ്കിലും ആ വലിയ വീട്ടിൽ അമ്മയില്ലാത്തതിൻ്റെ ശൂന്യത മിടുക്കനായ തിരക്കഥാകൃത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. അമ്മയുണ്ടായിരുന്നുവെങ്കിൽ ആ വീട്ടിൽ ഇന്നും സന്തോഷം നിറഞ്ഞു നിന്നേനെ എന്നും നമ്മളെ തോന്നിപ്പിക്കും. അമ്മയുടെ സാന്നിധ്യമുണ്ടാക്കാൻ അമ്മയുടെ വസ്ത്രങ്ങളും കണ്ണടയും ഒക്കെ പഴയ പോലെ തന്നെ കൊണ്ടുവയ്ക്കുന്ന അച്ഛൻ. പരുഷ സ്വഭാവമുള്ള അച്ഛനെ മനസ്സിലാക്കാൻ അമ്മയുമായുള്ള അച്ഛൻ്റെ ആത്മബന്ധം കാണിച്ചു കൊടുക്കുകയാണ് സംവിധായകൻ. ക്ഷേത്രവും പ്രതിഷ്ഠയും ചിട്ടയും സാധനയും ഒക്കെയുള്ള ഒരു വലിയ വീട്ടിൽ അതിലൊക്കെ ഉപരിയായിരുന്നു അമ്മ എന്ന് ഭംഗിയായി കാണിക്കുന്നു ഇവിടെ. അമ്മയുള്ളപ്പോൾ അതൊക്കെ തിരിച്ചറിയുക വിഷമമുള്ള കാര്യമാണ്. ഈ അലമാര തുറന്നാൽ കുറച്ചു നേരം എൻ്റെ ഭാര്യ അടുത്തുള്ളതുപോലെ തോന്നും, എനിക്കതൊരു ധൈര്യമാണ് എന്ന അച്ഛൻ്റെ വാക്കുകൾ നമ്മുടെ എല്ലാം കണ്ണു നനയിക്കും. സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ജനാർദ്ദനൻ കൈകാര്യം ചെയ്യുന്ന അവിവാഹിതനായ വല്യച്ഛൻ നമ്പൂതിരി. പൂജാവിധികളിൽ പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ശ്രുതമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന സാധകൻ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടിത്തവും ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തികഞ്ഞ പ്രമാണിയുമാകുന്ന പുരോഹിതൻ. എപ്പോഴും മേനി വൃത്തിയാക്കുന്ന നമ്പൂരിയാർക്ക് മുറി വൃത്തിയാക്കാൻ മടിയാണ് എന്ന് ഒരിക്കൽ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞത് ഒരുപക്ഷെ അഖിൽ സത്യനും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയും ചില തമാശകളുണ്ട് സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഇടയ്ക്കിടെ ചൊല്ലുന്ന ശ്ലോകങ്ങൾ, അതൊക്കെ നമ്മളെല്ലാവർക്കുമുള്ള ഉപദേശങ്ങളാണ്. അതിലെനിക്ക് പരിചയമുള്ള ശ്ലോകം: വിപൽ കാലേബി ധീരോനഹാതി പുനശ്ച സംപ്രാപ്യതേ ധനാഗമ. ധീരനായ ഒരു വ്യക്തി കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളർന്നു പോകില്ല, ബുദ്ധിപൂർവം ആ സാഹചര്യത്തെ നേരിടും. നഷ്ടപ്പെട്ടു പോയതൊക്കെ കഠിനാധ്വാനത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നർത്ഥം വരുന്ന ശ്ലോകം. ആ ഉപദേശത്തിലൂടെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പ്രഭ എന്ന നായകൻ ദാരിദ്ര്യത്താൽ കുലത്തൊഴിലായ പൗരോഹിത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതും അവിശ്വാസിയാണെങ്കിലും ആത്മാർത്ഥതയുള്ളതുകൊണ്ട് അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് കഥ. അനുഭവങ്ങളിലൂടെ അവിശ്വാസി ഒരു നല്ല സാധകനായി മാറുന്നത് ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ. പുരോഹിതന്മാരായി നടക്കുന്നവരുടെ മാനസികമായ ദാരിദ്ര്യവും ദക്ഷിണ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാത്ത ഹിന്ദു സമൂഹത്തെയും തമാശ രൂപേണ ഭംഗിയായി കാണിക്കുന്നുണ്ട് സിനിമയിൽ. ദക്ഷിണ തരാനില്ലാത്തതുകൊണ്ട് സപ്തർഷികളോട് തിരിച്ചു പോകാൻ പറഞ്ഞ പരമേശ്വരൻ ദൈവമായുള്ള നാടാണിത്. പ്രഭേന്ദു ഒരു ബാധ ഒഴിപ്പിക്കൽ കർമ്മത്തിന് പോയി. ഒഴിപ്പിച്ച ബാധ സ്വന്തം ശരീരത്തിലേക്ക് കയറുന്നതും അതിലൂടെ മനോഹരമായ ഒരു ക്ലൈമാക്സുമാണ് ഈ സിനിമയുടെ യഥാർത്ഥ ഭംഗി. സ്ഥിരമായി ഒരു സുന്ദരി പ്രേതം തൻ്റെ കൂടെ നടക്കുന്നതും സംസാരിക്കുന്നതും അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളുമൊക്കെ ഡിപ്രഷനിലൂടെ കടന്നുപോയ അഖിൽ സത്യൻ്റെ അനുഭവങ്ങൾ കൂടിയായിരിക്കാം ഒരുപക്ഷെ. ബാധയൊഴിപ്പിക്കൽ കർമ്മങ്ങളെപ്പറ്റി ജനാർദ്ദനൻ പറയുന്ന ചില വിഷയങ്ങൾ കേട്ടപ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നെനിക്ക് തോന്നി. പാരമ്പര്യമായി കൈമാറി വരുന്ന സിദ്ധികളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും വിവിധതരം പ്രേതശക്തികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞത് അറിവാണ്. മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ പ്രേതം എനിക്കാരുമില്ല എന്ന് പറഞ്ഞു കരയുമ്പോൾ അത് വല്ലാത്തൊരു ചിന്തയാണ് എന്നിൽ ഉണ്ടാക്കിയത്. പ്രേതം അനാഥാവസ്ഥയിൽ നിന്നും എല്ലാം വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ കാണിച്ചത് വളരെ നന്നായിട്ടുണ്ട്. അതിലൂടെ നായകൻ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായും കാണിക്കുന്നു. നീ പറഞ്ഞത് സത്യമോ തോന്നലോ ആയിരിക്കാം, സത്യമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നായിരുന്നു വല്യച്ഛൻ്റെ അഭിപ്രായം. ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ ഒരു ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കൂ എന്ന അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് സിനിമ നൽകുന്ന സന്ദേശം എന്ന് തോന്നുന്നു. സിനിമയിലെ നായികയ്ക്ക് ഡെല്യൂഷൻ എന്നർത്ഥം വരുന്ന മായ എന്ന പേരിട്ടതും തിരക്കഥാകൃത്തിൻ്റെ ബ്രില്യൻസ് ആണ്. മദ്യവും മദിരാക്ഷിയും ഒരു രംഗത്ത് പോലുമില്ലാത്ത
അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മലയാള സിനിമയാണ് സർവം മായ എന്ന ക്രെഡിറ്റും കൂടിയുണ്ട് ഈ സിനിമയ്ക്ക്. മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗവും ചീത്ത കൂട്ടുകെട്ടും ഉണ്ട് എന്നുള്ള വാണിങ്ങും സർവം മായ എന്ന സിനിമ നൽകുന്നു. നിഷ്കളങ്കമായ മനസ്സും നിഷ്കളങ്കമായ സ്നേഹവും മറ്റെല്ലാത്തിലും ഉപരിയാണെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിഷ്കളങ്കമായ സത്യൻ അന്തിക്കാടിന്റെ മകൻ സിനിമ സർവം. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാള്, പിന്നെ മിണ്ടായിരിക്കുമ്പോൾ ആ സൈലൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമില്ല. ഒരു പ്രേതത്തിന് എത്രയും അടുത്ത് കണ്ടിട്ട് പ്രഭയ്ക്ക് എന്നാ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത? അതിന്റെ ആൻസർ ആ ചോദ്യത്തിൽ ഉണ്ടല്ലോ, ദൈവത്തെ കാണാൻ പറ്റാത്തതുകൊണ്ട്. മ്യൂസിക് എങ്ങനെ ഉണ്ടാവും? അത് ടാലന്റും പ്രാക്ടീസും. എക്സാക്ട്ലി. ആ ടാലന്റ് ദൈവവും പ്രാക്ടീസ് പ്രാർത്ഥനയും. സിമ്പിൾ.